വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി വ്യത്യാസമായിട്ടുള്ള ബ്ലോഗാണ്. വെറുതെ കണ്ടല്ലോ എന്നോട് ഒരുപാട് പേര് ചോദിച്ച് നമ്മുടെ മൈക്രോവേവ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാട്ടോ. അതിന് ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവൻ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന 2 ബുക്കുകൾ ഇത് എപ്പോഴും നമ്മുടെ അവന്റെ കൂടെ തന്നെ കിച്ചണിൽ സൂക്ഷിച്ചു വെക്കണം. യൂസർ മാനുവലും കുക്ക് ബുക്കും. അപ്പൊ ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചേച്ചി ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് പറഞ്ഞു തരും. കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴെല്ലാം ഇങ്ങനെ കമന്റ്സ് വരുന്നത് ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിനെ കുറിച്ച് എന്നൊക്കെ അറിയാവുന്ന കേട്ടോ. എനിക്ക് നമ്മുടെ ഈ അവൻ എന്ന് പറയുന്നത് 2011 വാങ്ങിച്ചത്. ഓൾമോസ്റ്റ് ഇപ്പൊ 14 വർഷമായി ഇത് എന്റെ കൂടെ ഉണ്ട്. FPD ആണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ബെസ്റ്റ് കസ്റ്റമർ സർവീസിനനുസരിച്ചുള്ള ബ്രാൻഡ് വേണം സെലക്ട് ചെയ്യാം കേട്ടോ. അത് LGയോ സാംസങ്ങോ എന്തായാലും ഇവിടെ ഒരുവിധം നല്ല കസ്റ്റമർ സർവീസ് ഇതിന് കിട്ടുന്നോണ്ടാണ് ഞങ്ങൾ ഇത് അന്ന് ചൂസ് ചെയ്തത്. അപ്പൊ അതെ, മെയിൻ ആയിട്ടും ഇങ്ങനെ ഒരു സാധനം നമ്മുടെ മൈക്രോവേവ് അല്ലെങ്കിൽ കൺവെക്ഷൻ എന്തായാലും വാങ്ങുമ്പോൾ ഇങ്ങനെ 2 ബുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവൻ നമ്മൾ വാങ്ങുമ്പോൾ മൈക്രോവേവ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ കൺവെക്ഷൻ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് മോഡിൽ കേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഇലക്ട്രിക് മോഡ് ഉണ്ടല്ലോ, ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് മൈക്രോവേവും ചെയ്യാം, അതുപോലെ തന്നെ കൺവെക്ഷൻ മോഡിലും ഇടാം. അപ്പൊ മൈക്രോവേവും കൺവെക്ഷനും ഉള്ളതുകൊണ്ട് ഇത് രണ്ടും കൂടെ കോംബോ പോലൊരു മോഡും ഉണ്ട്, അതും ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഗ്രില്ലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഒരു അവനാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ 14 വർഷമായിട്ട് എന്റെ കൂടെ ഉള്ളതാണ്. ഇപ്പോഴൊക്കെ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഒരുപാട് കമ്പനികളുടെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നല്ലത് നോക്കി വാങ്ങും. എങ്കിലും ബേസിക് ആയിട്ട് എല്ലാ ഓവൻസിലും ഒരുപോലെ തന്നെ ആയിരിക്കും. ഏത് ഓവനായാലും നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഏതൊക്കെ തരം പാത്രങ്ങളാണ് ഇതിനകത്ത് വെക്കേണ്ടതെന്നാണ് ആദ്യം അറിയേണ്ടത്. മൈക്രോവേവ് മോഡിലാണെങ്കിൽ നമുക്ക് മൈക്രോവേവ് സേഫ് പ്ലാസ്റ്റിക്സ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇത് വാങ്ങുമ്പോൾ നമ്മുടെ മൈക്രോവേവ് അവനെ കാണിച്ചു തരാം. ഇതുപോലുള്ള ഇതൊക്കെ എനിക്ക് ഇതിന്റെ കൂടെ കിട്ടിയത് കേട്ടോ. ഇതുപോലെ കുറെ സംഭവങ്ങൾ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടും. അല്ലെങ്കിൽ കടയിൽ നിന്ന് മൈക്രോവേവ് സേഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴെ എഴുതിയേക്കുമല്ലോ, അടിയിൽ ഇങ്ങനെ എഴുതിയേക്കും, ഇങ്ങനെ ചിഹ്നങ്ങളൊക്കെ കാണും. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ വാങ്ങിച്ചാൽ മൈക്രോവേവ് മോഡിൽ വെക്കാം. ഈ പ്ലാസ്റ്റിക് മൈക്രോവേവ് മോഡിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മൈക്രോവേവ് ഈ മോഡിൽ വെക്കാൻ പറ്റുന്ന ബോറോസിൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ് ആണ്. അല്ലാതുള്ള ഗ്ലാസ്സുകൾ വെച്ചാൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ അവനും നാശമാവും, അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പൊ അതൊന്ന് സൂക്ഷിക്കണം. ഗ്ലാസ് വെക്കുമ്പോൾ നല്ല കട്ടിയുള്ളത് വേണം. ഹീറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ് ബോറോസിലാണ് നമുക്ക് ഇതിനകത്ത് മെയിൻലി കൺവെക്ഷൻ മോഡിലും. അതുപോലെ തന്നെ ഈ ബോറോസിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡിലും വെക്കാൻ പറ്റും, ടെൻഷനേ വേണ്ട. പിന്നെ കൺവെക്ഷൻ മോഡിൽ പ്ലാസ്റ്റിക് വെക്കാൻ പറ്റത്തില്ല, ബോറോസിൽ വെക്കാൻ പറ്റും. അലൂമിനിയം ട്രേസ് വെക്കാം കേട്ടോ. അലൂമിനിയത്തിന്റെ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നുകളും കാര്യങ്ങളും ഒക്കെ വെക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടും, എനിക്കിത് ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇരുമ്പിന്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കടയിൽ നമുക്ക് കേക്ക് ടിൻസ് ഒക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുമല്ലോ. അത് കൺവെക്ഷൻ മോഡിൽ വെക്കാം, കൺവെക്ഷൻ മോഡിലും വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രിൽ മോഡിലും വെക്കാം. മൈക്രോവേവ് മോഡിലും മൈക്രോ പ്ലസ് കൺവെക്ഷൻ മോഡിലും നമ്മൾ ഈ സാധനം വെക്കാൻ പറ്റത്തില്ല. കാരണം സ്റ്റീലും കാര്യങ്ങളും ഒന്നും ഒരിക്കലും നമ്മൾ ഇതിനകത്ത് വെക്കരുത്, ഭയങ്കര ഡേഞ്ചർ ആണ്. എന്റെ കൂടെ ഈ മൈക്രോവേവ് ഇതിന്റെ കൂടെ കിട്ടിയത് മൈക്രോവേവ് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് കിട്ടി. നമുക്ക് ഭക്ഷണമൊക്കെ പെട്ടെന്ന് റീഹീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതേ ഇതിനകത്തോട്ട് ഇട്ട പെട്ടെന്ന് നമുക്ക് ബാറ്റർ മിക്സ് വന്നിട്ട് അതിനൊരു അടപ്പും ഉണ്ട്. പിന്നെ കിട്ടിയെന്ന് വെച്ചാല് സ്പൂണ് ഒരെണ്ണമുണ്ട്. പിന്നെ ഇങ്ങനൊരു സാധനമുണ്ട്, ചെറിയൊരു പാത്രം. പിന്നെ ഇത് ഒരു അടപ്പുള്ള സംഭവം, ഒരു പിടിയുണ്ട്, അത് ഫിറ്റ് ചെയ്തിട്ടില്ല. പിടി ഇതുവരെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതുണ്ട്, ഇതിന്റെ അടപ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് മേളിൽ കൂടി ഇങ്ങനെ ഒരു നമ്മുടെ കുക്കറിന്റെ ഒക്കെ പോലെ ഒരു ഹോളൊക്കെ ഉള്ള സംഭവമായിരുന്നു. രാത്രി അത് കൺവെക്ഷൻ മോഡിലോട്ട് എടുത്ത് വെച്ച് ആദ്യകാലത്ത് അത് ഉരുകിപ്പോയി. പിന്നെ അതങ്ങ് മാറ്റി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം, അത് ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല. ഇത് അങ്ങനെ ഇരിക്കും. ഇത്രയും വർഷമായിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ യൂസ് ചെയ്ത സാധനം വെച്ചാൽ നമ്മുടെ ഇഡ്ലി മേക്കറും സ്റ്റാൻഡും ഒക്കെ കേട്ടോ. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കുക. ഇതിനകത്ത് ഇഡലി എന്തൊക്കെ ചെയ്യും ഞാനൊന്നും ചെയ്ത മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ മുട്ടയൊക്കെ ഇതിനകത്ത് വെച്ച് പുഴുങ്ങേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഗ്യാസിൽ. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ല, ഇത് മാത്രമേ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. അല്ലാതെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ ബേക്കിങ്ങും റീഹീറ്റ് ചെയ്യാൻ ആ ഒരു പ്രോസസ്സാണ് ഇത് മിടുക്കൻ. കേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും ബെസ്റ്റ് നമ്മുടെ കൺവെക്ഷൻ മോഡ് തന്നെയാണ്. ഇങ്ങനെ ഒരു അവൻ ഉണ്ടെങ്കിൽ പാറ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കുറേ സംഭവങ്ങൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പം മുഖം കാണിക്കുന്നത് ക്ലിയർ ആയി കാണത്തില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കൺവെക്ഷൻ മോഡിന്റെ കാര്യം ചെറുതായിട്ടൊന്ന് പറയട്ടെ.
കേക്കിന്റെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മുടെ ടൈം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിഷമിക്കേ വേണ്ട, കാരണം എനിക്ക് ഒന്നും അറിഞ്ഞൂടായിരുന്നു. അതായത് ഇത് ഒരു പ്ലഗ് ആ പ്ലഗ് ഇട്ടിട്ട് ഇതിനകത്തൊന്നും പ്രസ് ചെയ്യാൻ പോലും എനിക്ക് പേടിയായിരുന്നു. അപ്പൊ എനിക്ക് പഠിച്ചെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കാം. കാരണം ഇപ്പൊ ഒത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ്, ഞാൻ ഇതൊക്കെ വാങ്ങിച്ച സമയത്ത് യൂട്യൂബ് ഒന്നും എനിക്ക് അറിഞ്ഞേ കൂടാ, എന്താണെന്നൊന്നും അറിഞ്ഞേ പോലും കൂടായിരുന്നു. അപ്പൊ ഞാൻ മെല്ലെ മെല്ലെ ഇതൊക്കെ വായിച്ച് പഠിച്ച് ചെയ്ത് എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറ്റത്തില്ല, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും പഠിക്കാൻ പറ്റും. എനിക്ക് പഠിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ചെറിയ രീതിയിൽ ഞാൻ ആ ടിപ്സ് പറഞ്ഞുതരാം. പാത്രങ്ങൾ ഇപ്പൊ ഞാൻ വാങ്ങിച്ച അവന്റെ കൂട്ടത്തിൽ തന്നെ കിട്ടിയത്. എല്ലാ അവൻ വാങ്ങുമ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. ഞങ്ങൾക്ക് അന്ന് കിട്ടിയത് ഒരു പ്ലേറ്റ്, പിന്നെ 3 ബൗള്. ഒരെണ്ണം അടപ്പുള്ളതാണ്, രണ്ടാമത്തേന് ഒരെണ്ണത്തിന് അടപ്പുണ്ടായിരുന്നു, അത് ഉരുകിപ്പോയി. അപ്പോൾ അത് മാറ്റി. പിന്നെ വേറെ അല്ലാതെ ഒരു ബൗള്, ഒരു സ്പൂണ്. ഇതൊക്കെ മൈക്രോവേവിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കൺവെക്ഷനിലും മറ്റേ ഗ്രില്ലിലും കോമ്പിനേഷൻ മോഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവും. അങ്ങനെ ഇതിന്റെ അടപ്പം ഉരുകിപ്പോയതാ. അതിനൊരു വാലൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഫിക്സ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയ അതിനകത്താണ് ഞാൻ കേക്ക് മിക്സ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. മൈക്രോവേവിൽ 2 മിനിറ്റ് ഒക്കെ വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന ഓപ്ഷൻ, ഇത് സ്പഞ്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. കുക്കീസ് ഒക്കെ അത് മൈക്രോവേവ് മോഡിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ഈ ബ്രൗണിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കി നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗ്ലാസ് ബൗളിൽ, ബൊറോസിൽ അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറേ നാളായണ്ട കുറച്ച് സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ വന്നത്, ഓൾമോസ്റ്റ് 14 വർഷം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമായത്. ഇതെനിക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷേ നോർമലി നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മുടെ അവനിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഗ്രില്ല് ചെയ്യുന്ന കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ മെയിൻ വ്ളോഗുകളിൽ ഇടയ്ക്കിടയ്ക്കങ്ങ് ഇടാം. കാരണം അതിൻ്റെ ഈ കുക്കിങ്ങും എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനും ആകും, ആകെ മൊത്തത്തിൽ എന്താ പറയുക, കുളമായിപ്പോവും. ഇതാണ് നമ്മുടെ ബോറോസിൽ എന്ന് പറയുന്ന ഗ്ലാസ്. ഇത് പൊട്ടുന്ന ഗ്ലാസ് തന്നെയാണ്. നമ്മൾ സൂക്ഷിക്കുകയും കണ്ടു ഉപയോഗിച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. താഴെ വെക്കുമ്പോഴൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് താഴെ പെട്ടെന്ന് ചൂടോടി ഇറക്കി വെക്കുമ്പോഴൊക്കെ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ മൈക്രോവേവിനകത്ത്, അതായത് അവനകത്തിരുന്നത് പൊട്ടത്തില്ല. അത് ഏത് മോഡാണെങ്കിലും, കൺവെക്ഷൻ ആണെങ്കിലും, ഗ്രില്ലാണെങ്കിലും, മൈക്രോവേവ് ആണെങ്കിലും, അതുപോലെ തന്നെ കോമ്പിനേഷൻ മോഡാണെങ്കിലും, ഏത് മോഡിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അകത്തിരുന്ന് പൊട്ടത്തില്ല. പുറത്ത് നമ്മൾ ചൂടോടെ ഇറക്കി വെക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വെക്കണമെന്നേ ഉള്ളൂ. ഗ്ലാസ് യൂട്ടൻസിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു സംഭവമാണ് ഇത്. വേറൊന്നും കൊണ്ടല്ല, എന്തോ ഒരു അന്ധവിശ്വാസം ഉണ്ട് എനിക്കിത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് നല്ലതല്ലെന്നുള്ളത്. അതുകൊണ്ട് ചായ കുടിക്കാൻ പോലും ഭയങ്കര എനിക്ക് പേടിയാണ് അതിനകത്ത്. ഞാൻ സാധാരണ നമ്മുടെ ചായ കുടിക്കുന്ന കപ്പൊക്കെ കണ്ടിട്ടില്ലേ, ക്ലേ കൊണ്ടുള്ള, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്. സ്റ്റീലാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്, അത് ഏറ്റവും കംഫർട്ടാണ്. ഇതിൻ്റെ കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനതൊക്കെ കെട്ടിപ്പൂട്ടി സൂക്ഷിച്ച് വെച്ചേക്കാണ്, ഉപയോഗിക്കാനുള്ളൊരു മടിയുണ്ടാ. കുറച്ച് ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷാർജയുടെയും അല്ലാതെ ഉള്ളതൊക്കെ. അത് ആൾക്കാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് ഞാൻ മൂലയിലോട്ട് മാറ്റി വെച്ചേക്കാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഷെൽഫുകളിൽ ഞാനിങ്ങനെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡെസേർട്ട് കൊടുക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നല്ലത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ നമുക്കത് ഡെയിലി യൂസിന് എനിക്കെന്തോ കുറച്ച് പേടിയാണ്. അതുപോലെ തന്നെ കളക്ഷനുള്ളൊരു സംഭവം അതേ ബ്രാസിൻ്റെ പോലത്തെ സംഭവങ്ങൾ. അക്ഷയ തൃതീയ സമയത്ത് ഞങ്ങളത് വാങ്ങാറുണ്ട്, നല്ലതാന്ന് പറയും. ഇതും ഞാൻ 3 തൽക്കാലം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു കളക്ഷൻ അകത്ത് തന്നെ പൂട്ടി വെച്ചേക്കും, കാരണം ഇതും മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ സ്റ്റീല്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സ്റ്റീൽ. അത് ഞാൻ കുറേ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അവൻ ഫ്രണ്ട്ലി ഒട്ടുമല്ല. പിന്നെ ബോറോസിലിൻ്റെ വേറെ ഒരെണ്ണമാണ്. ഇതിനകത്തിരിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കിയ കേക്കിൻ്റെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ല, അതിൻ്റെ ബാക്കിയാണ് ഇനി ഒരു കേക്കും കൂടെ ഉണ്ടാക്കണം. ഒരാൾക്ക് അത് ഉണ്ടാക്കാനായിട്ട് സോക്ക് ചെയ്ത് കുഴപ്പമില്ല, കുറേ നാൾ ഇരിക്കുമല്ലോ. അതിൻ്റെ അടപ്പ് പ്ലാസ്റ്റിക് ആണ്, അതൊന്ന് മൈക്രോവേവ് മോഡിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള മോഡിൽ അങ്ങാനും വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഉരുകിപ്പോകും. അപ്പോൾ ഗ്ലാസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ബോറോസിലാണ്. പിന്നെ ബുക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ മാനുവൽ തന്നെ ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. എല്ലാം അവൻ്റെ കൂടെ ഇതെന്തായാലും കാണും. അപ്പോൾ എല്ലാവരും അതൊന്ന് മറിച്ച് കാര്യങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഏറ്റവും നമ്മുടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഇലക്ട്രിക്കൽ സെറ്റിംഗ്സ്, ഫിറ്റിംഗ്സ് അതൊക്കെ നമുക്ക് ഓൾറെഡി ഫിറ്റ് ചെയ്താണല്ലോ നമ്മുടെ ഇതിലോട്ട് തരുന്നത്. അപ്പം നമ്മൾ അധികം അങ്ങോട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആ സെക്ഷനൊന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയാൽ മതി. നമുക്ക് മെയിനായിട്ട് 2-3 സെക്ഷനേ ഉള്ളൂ ഇതിനകത്തൊന്ന് പഠിക്കാനായിട്ട്. അതിൽ ഇത് കണ്ടോ, ഇതിനകത്താണ് കുക്ക് വെയറും എന്തൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് കാണിക്കുന്നത് കണ്ടോ. ഹീറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ് എല്ലാത്തിലും ഉപയോഗിക്കാം, നോൺ ഹീറ്റ് റെസിസ്റ്റന്റ് ഗ്ലാസ് ഒന്നിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ മൈക്രോവേവ് പ്ലാസ്റ്റിക് മൈക്രോവേവ് മോഡിൽ മാത്രമേ പറ്റത്തുള്ളൂ. മെറ്റൽ ട്രേ കൺവെക്ഷനിലും ഗ്രില്ലിലേ പറ്റുള്ളൂ, മൈക്രോവേവിലും കോമ്പിനേഷനിലും വെക്കാൻ പാടില്ല. കിച്ചൺ പേപ്പർ മൈക്രോവേവിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അലൂമിനിയം ഫോയിലും ആ ഫോയിലിന്റെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഗ്രില്ലിലും കൺവെക്ഷൻ മോഡിലും മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, മൈക്രോവേവിലും കോമ്പിനേഷൻ മോഡിലും വെക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ മറിച്ച് വരുമ്പോൾ അടുത്തത് കൺട്രോൾ പാനലാണ്. ഈ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ മൈക്രോവേവിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ സംഭവം സെയിം ആയിട്ട് നമ്മുടെ മാനുവലിലും കാണും എന്തൊക്കെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ കാണിക്കുന്ന സംഭവമാണ് കൺട്രോൾ പാനൽ.
ഓരോ ബ്രാൻഡിനും ഓരോ രീതിയായിരിക്കും കൺട്രോൾ പാനൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ചൂട് അഡ്ജസ്റ്റ്മെന്റും. ഇപ്പം 150 ഡിഗ്രി എൻ്റെ അവനിൽ കേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെ എൽ ജിയോ സാംസങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 180 200 ഒക്കെ ആവും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ നമ്മുടെ മൈക്രോവേവിൽ വെക്കുന്ന ടെമ്പറേച്ചറും കാര്യങ്ങളും, അതുപോലെ തന്നെ കോമ്പിനേഷൻ മോഡിൽ വെക്കുന്ന ടെമ്പറേച്ചറും കാര്യങ്ങളും, കൺവെക്ഷൻ മോഡിൽ വെക്കുന്ന ടെമ്പറേച്ചറും കാര്യങ്ങളും ഇതും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡുകൾക്കും ഒരുപോലല്ല. ഇതിപ്പോൾ IFB സീരീസിന് മാത്രം ഉള്ള മോഡാണ്. അത് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് കൊണ്ടേ വരത്തുള്ളൂ. അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മെല്ലെ ഞാനത് ഓരോന്നായിട്ട് എൻ്റെ കുക്കിംഗ് ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഓരോ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെയാണ്. ആ കുക്ക് ബുക്കിൽ കറക്റ്റായിട്ടുള്ള മെയിൻ റെസിപ്പി കൊടുത്തിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞിട്ടുണ്ട് ആ കുക്ക് ബുക്ക് നോക്കിയാൽ മതി എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് നോക്കാനായിട്ട്. അപ്പോൾ ഇത് കുക്ക് ബുക്ക് ശരിക്കും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കൂടുതലും ഉള്ളത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ഫുഡുകളായിരിക്കും കൂടുതലും റെസിപ്പീസും കാര്യങ്ങളും. അപ്പോൾ ഈ റെസിപ്പി ശരിക്കും നമ്മുടെ ഈ കാര്യങ്ങളൊന്നും അത്ര സുഖമായിട്ട് വരത്തില്ല. കേക്കും കുക്കീസും അതുപോലെ തന്നെ ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് നമുക്ക് അവൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മുടെ അവൻ്റെ ടെമ്പറേച്ചർ ഓരോന്ന് ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ്. മാത്രമല്ല മെയിനായിട്ടുള്ള നല്ല നല്ല റെസിപ്പീസും നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് ഗ്യാസിലായാലും ഈ റെസിപ്പി വെച്ച് ഉണ്ടാക്കാമെന്നേ. പിന്നെ ടൊമാറ്റോ കാജു ഇഡ്ലി നമ്മുടെ രീതിയിലൊന്നുമല്ല, റവയൊക്കെ ഒഴിച്ചിട്ടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനകത്ത് ടെമ്പറേച്ചർ സെറ്റിങ്സ് ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ മാനുവലും നിങ്ങളുടെ അടുത്ത് വെച്ചിട്ട് ആ രീതിയിൽ നോക്കിയിട്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നതാണ്. ഞാൻ മെല്ലെ ഓരോരോ വ്ലോഗുകളായിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. മെയിനായിട്ടും ബേസിക് ആയിട്ടൊരു ഇൻഫർമേഷനാണ്. ഡിസ്പ്ലേ ബോർഡും കാര്യങ്ങളും ഒക്കെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെയാണ് മിനിറ്റ്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതേ രീതിയിലുള്ളവർക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആവും. അല്ലാത്തവർ ഈ മാനുവലും കൂടെ വെച്ചാൽ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. ഉണ്ടോ ഡെസേർട്ട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഇതൊക്കെ ശരിക്കും മൈക്രോവേവ് ആണ് വരുന്നത്. നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ കൺട്രോൾ പാനൽ നോക്കണം മൈക്രോവേവ് ആണോ കൺവെക്ഷൻ ആണോ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ പ്രീ ഹീറ്റിംഗ് അതൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോയ്ക്ക് മുന്നേ ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ഉള്ളൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരുവിധം ബേക്കിങ്ങിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഞാൻ ഒരുപാട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കാണിക്കും. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാമല്ലോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. നമ്മുടെ അവൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് നമ്മുടെ കൂടെ കിട്ടുന്ന ഈ ബുക്ക് ഉണ്ടല്ലോ അതിനകത്ത് കറക്റ്റായിട്ട് കാണും. അപ്പോൾ മെറ്റൽ ട്രേ നമ്മുടെ അവൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറേ വർഷമായില്ലേ. അപ്പം നമ്മൾ ക്ലീനിങ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിലോട്ട് ഞാൻ വരാം. എങ്ങനെയാണ് നമ്മുടെ അവൻ ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്സ് ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഇതിനകത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. ഇത് എല്ലാ മോഡിലും ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബോറോസിൽ ടൈപ്പ് ഒരു ഗ്ലാസ് ആണ്. പിന്നെ ഇങ്ങനൊരു സംഭവം നടുക്കിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഗ്ലാസ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു കറങ്ങുന്നൊരു ചക്രമുണ്ട്. അത് നമുക്കിങ്ങനെ മാറ്റാം എടുത്ത് കണ്ടോ. എന്നിട്ട് തിരിച്ചങ്ങനെ വെച്ചാൽ മതി. സർക്കിളാണ്. ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അകത്ത് വേറെ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മളങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മുടെ മൈക്രോവേവ് അല്ലെങ്കിൽ ഏത് മോഡിലും നമ്മൾ ചെയ്യുവാണെങ്കിലും നമ്മുടെ അവൻ നല്ലതായിട്ട് ചൂടാവുമല്ലോ. അപ്പോൾ ചൂടിൽ ഉള്ള കൃമി കീടങ്ങളങ്ങ് ചത്തുപോകും. അത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് കുറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു സോഫ്റ്റ് ക്ലോത്ത് വെച്ചൊന്ന് തുടച്ചങ്ങ് എടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജും അതും ഇതൊക്കെ വൃത്തിയാക്കുന്ന രീതിയിൽ സ്റ്റെയിനൊക്കെ മാറ്റുന്ന രീതിയിൽ ഓരോ സാധനങ്ങളൊന്നും ഇട്ട് നമ്മൾ ഒന്നും ചെയ്യരുത് നമ്മുടെ അവനിൽ. അതൊന്നും നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല. അതിൻ്റെ ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും അങ്ങനെയൊന്നും എന്താ പറയുക പൂപ്പൽ പിടിച്ചൊന്നും ഇരിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ചൂടാണ് അതിനകത്ത് വരുന്നതേ. പിന്നെ ഇതിനകത്ത് തന്നെ ക്ലീനിങ്ങിൻ്റെ ഞാനത് പറഞ്ഞുതരാം. ഡിയോഡ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് സ്മെല്ല് മാറാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് സെറ്റിംഗ് നമ്മുടെ ആ കൺട്രോൾ പാനലിലുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് ബൈ സ്റ്റീം എന്നൊരു ഓപ്ഷനും ഉണ്ട്. കുറച്ച് വെള്ളം നമ്മുടെ മൈക്രോവേവ് ഒരു സേഫാണ്. അത് നമ്മുടെ ബൗളിലോട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റീം വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് അങ്ങ് തുടച്ചെടുക്കാം. അത് ഓഫ് ചെയ്തിട്ട് തുറന്നിട്ട്. അപ്പോൾ ഈസിയാണ് ക്ലീനിങ്. ഓവറായിട്ട് നമ്മളങ്ങ് അയ്യോ ആ സ്റ്റെയിൻ ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യരുത്. നമ്മൾ കാലപ്പഴക്കം ചേരുന്നതോറും നമുക്ക് സ്റ്റെയിനൊക്കെ വരും, എണ്ണയുടെ കാര്യങ്ങളൊക്കെ വരും. അത് മെല്ലെ മെല്ലെ അങ്ങ് ചെയ്താൽ മതി. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടാവും, നമ്മുടെ ഓവനും കേടാവും, മൊത്തത്തിൽ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് അങ്ങ് കൺസേൺ ആവണ്ട. കാരണം ഞാൻ പറഞ്ഞു ഇത്രയും ചൂടുള്ളൊരു സംഭവം ഒരിക്കലും പൂപ്പലോ ഒന്നും പിടിക്കത്തൊന്നുമില്ല. നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുവാണെങ്കിൽ ഡിയോഡ്രൈസും സ്റ്റീം ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. അകത്ത് കാണിച്ച ഗ്ലാസ് ഉണ്ടല്ലോ അത് വിമ്മൊക്കെ ഇട്ട് കഴുകിയേക്കാം, അത് കുഴപ്പമില്ല കേട്ടോ. ഇതിനെയൊക്കെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കും. ഈ പാത്രങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് കേട്ടോ, അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും. പക്ഷെ അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു 2 ബുക്കും നമുക്ക് മെല്ലെ മെല്ലെ വായിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കുറെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. പിന്നെ നമ്മുടെ അവനെ കുറിച്ച് പഠിക്കാൻ ഞാനത് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ.
ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുക്ക് ബുക്ക് കിട്ടും. ഈ കുക്ക് ബുക്കിനകത്ത് അവര് എത്രയാണോ നമ്മുടെ ടെമ്പറേച്ചർ സെറ്റിങ്സ് അവർ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞിരിക്കും. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വേണമെങ്കിൽ അത് ചെയ്ത് പരീക്ഷിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈക്രോവേവിൽ ഉണ്ടാക്കിയാൽ ഒന്നും ശരിയാവത്തില്ല. ഇതിനകത്ത് ശരിക്കും ചൂടാക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇങ്ങോട്ടൊക്കെ തണുപ്പായതുകൊണ്ട് ഒത്തിരി ഉപകാരമായി. ഈ തണുപ്പത്ത് നമുക്ക് ചൂടാക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും മഴയത്തും കാര്യങ്ങളും പിന്നെ ഈ ഗ്യാസിൽ എപ്പോഴും ചൂടാക്കണ്ടല്ലോ, അടുക്കി പിടിക്കത്തൊന്നുമില്ല. നമുക്ക് ഇതുപോലെ പാത്രത്തിൽ വെച്ച് പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ ഈ ബോറോസിലോ വെച്ച് പെട്ടെന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. അത് മൈക്രോവേവിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചൂടാക്കാൻ അല്ലാതെ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അതത്ര സുഖമായിട്ട് ഒരു ടേസ്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പൊ അതൊന്നും അങ്ങനെ ട്രൈ ചെയ്യാൻ ഞാൻ അങ്ങനെ മെനക്കെട്ടിട്ടില്ല. മെയിൻലി ഞാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. കേക്ക് പോലെ തന്നെ ഞാൻ എല്ലാം ചൂടാക്കാനും കാര്യങ്ങളുമാണ് മെയിൻലി ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതിനാണ് ശരിക്കും മെയിനായിട്ട് ഇതിന്റെ യൂസ് എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. ഇത് ഞാൻ ശരിക്കും നമ്മുടെ അവന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ബ്ലോഗായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ പാർട്ട് 1 പോലെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ മെല്ലെ കുക്കിങ്ങും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ ഇനിയുള്ള വീഡിയോ വരുമ്പോൾ കുറച്ച് നമ്മുടെ മെയിൻ ബ്ലോഗുകളുടെ ഇടയിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന കുറച്ച് അറിവാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. ഞാനിതിൽ വലിയ എക്സ്പെർട്ടും കാര്യങ്ങളൊന്നുമല്ല, എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് സത്യമായിട്ടും എനിക്ക് നിങ്ങളിൽ നിന്നല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതുപോലെ തന്നെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ഡിയേഴ്സ്.